സ്പൈസ് നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ ആൽക്കഹോളിക് വൈനാണ്. ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ചെറിയൊരു വൈൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ജ്യൂസ് എന്നൊക്കെ പറയാവുന്ന ഒരു ഐറ്റമാണിത്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ഈ ഒരു വൈൻ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഓറഞ്ച്, പിന്നെ നമുക്ക് മുന്തിരി. ഈ ഗ്രേപ്സ് നമുക്ക് സീഡോ അല്ലെങ്കിൽ സീഡില്ലാത്ത ടൈപ്പ് ഗ്രേപ്സ് ആണ് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇഞ്ചി, പിന്നെ കുറച്ചൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഹണിയോ ഷുഗറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റാർ അനീസ്, പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് വേണ്ടത്, പിന്നെ വേണ്ടത് കറുവപ്പട്ട, പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം. ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരി ഒരു പാനിലേക്ക് ഇട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മുന്തിരിയൊക്കെ ഒന്ന് കുക്ക് ആവുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കണം. ഇപ്പം ഈ മുന്തിരി ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അടുപ്പത്ത് വെച്ച ഗ്രേപ്പ് നന്നായിട്ട് ബോയിലായി എല്ലാം നട്ട് ഉടയാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നിലും മിക്സിയിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോട്ട് ഒന്ന് പതിയെ അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് മാഷ് ചെയ്തതിൻ്റെ ഫുൾ പൾപ്പ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ആ ജ്യൂസ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത മുന്തിരി അത്യാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതെല്ലാം ഒന്ന് ഉടച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പുണ്ട്. ഇതിന് വീണ്ടും അടുപ്പത്തേക്ക് തന്നെ വയ്ക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്. സാധാ ഓറഞ്ച്, വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് അരച്ചെടുത്തതാണിത്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ഇഞ്ച് വലുപ്പമുള്ള പട്ട, ഏകദേശം 2 പീസ്. ഇതിപ്പോൾ ഞാൻ റൗണ്ടിലുള്ള ഒരു പട്ട എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത്ര പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്റ്റാർ അനീസ്, പിന്നെ അതിലേക്ക് 3 ഗ്രാമ്പു, ചെറിയ 2 സ്ലൈസ് ഇഞ്ചി, പിന്നെ ഒരു പകുതി ഓറഞ്ച് ഇതുപോലെ സ്ലൈസ് ആക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് തൊലിയോടെ അല്ലെങ്കിൽ തൊലി ഇല്ലാതെ ആഡ് ചെയ്യാം. ഓറഞ്ചിൻ്റെ ആ ഒരു പീൽ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ചിലപ്പോൾ ഇതിലേക്ക് ഇറങ്ങും. അതെല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ തൊണ്ട് കളഞ്ഞ് സ്ലൈസ് ആക്കിയിട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ എല്ലാം ജ്യൂസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 15 മിനിറ്റ് നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഏകദേശം ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അരിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ അരിച്ചെടുത്ത വൈനാണിത്. ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടമൊക്കെ അനുസരിച്ച് അതിനെ നോക്കി അനുസരിച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്രേപ്പിൻ്റെ പുളിയും ഓറഞ്ചിൻ്റെ പുളിയൊക്കെ അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.